എൻ്റെ നല്ലയമ്മ. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നടന്നു നീങ്ങുന്ന വൈദികൻ. പരിശുദ്ധ അമ്മയാണ് തൻ്റെ ഏറ്റവും വലിയ സഹായവും സംരക്ഷകയുമെന്ന് ഉറക്കെ പറയാൻ മാത്രം വ്യക്തിപരമായ അനുഭവങ്ങളുള്ള പുരോഹിതൻ. ചങ്ങനാശ്ശേരി രൂപതാംഗമായ ഫാദർ സോണി തെക്കുമുറിയിൽ തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തി അനുഭവിച്ചറിഞ്ഞ നിരവധി അനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ പരിശുദ്ധ അമ്മ ഇടപെട്ട അത്ഭുതകരമായ നിമിഷങ്ങളെ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുന്നതിൽ എനിക്കും സന്തോഷമുണ്ട്. അമ്മ എന്നും എനിക്കൊരു ശക്തിയായിരുന്നു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും എൻ്റെ ഇടവക ജീവിതത്തിലും എല്ലാം അമ്മ എനിക്കൊരു ശക്തിയായിരുന്നു. ഈശോയുടെ ജീവിതത്തിലും അമ്മ ഒരു ശക്തിയാണ്. ബേത്ലഹേം മുതൽ കാൽവരി വരെയുള്ള ഈശോയുടെ ജീവിതത്തിൽ താങ്ങും തണലും തുണയും ശക്തിയുമായി നിന്ന ഒരു സാന്നിധ്യമായിരുന്നു പരിശുദ്ധ അമ്മയുടേത്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിൽ ഈശോ 3-ാം പ്രാവശ്യം വീഴുമ്പോൾ പരിശുദ്ധ അമ്മ ഓടിയെത്തിയിട്ട് മകനോട് പറയുന്ന മനോഹരമായ 2 വാക്കുകളുണ്ട്. മൈ സൺ, ഐ ആം ഹിയർ. എൻ്റെ മോനെ, ഞാനിവിടെയുണ്ട്. അത് മതിയായിരുന്നു ഈശോയ്ക്ക്. അതൊരു വലിയ ശക്തിയുടെ സ്വരമായിരുന്നു, ശക്തിയുടെ സാന്നിധ്യമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലും ഈ അമ്മ ഇടപെട്ട ഈ അനുഭവങ്ങളെ നിങ്ങളോടൊത്ത് ഞാനും പങ്കുവയ്ക്കട്ടെ. എൻ്റെ പേര് ഫാദർ സോണി തെക്കുമുറിയിൽ. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ മാമൂട് ലൂർദ് മാതാ ചർച്ചിൽ ഞാൻ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ ജന്മസ്ഥലം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ കുട്ടനാട്ടിൽ ചേന്നങ്കിരി എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരു സാധാരണ കുടുംബമായിരുന്നു എൻ്റേത്. 6 മക്കളുള്ള ഒരപ്പനും അമ്മയും. ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയ മകനായിരുന്നു. അന്നത്തെ നാളുകളല്ലേ, നെൽപ്പാടങ്ങൾ ജോലി ചെയ്തും വള്ളത്തേലും വെള്ളത്തിലുമൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് മക്കളെ വളർത്താൻ ഉപജീവന മാർഗം തേടിയിരുന്ന മാതാപിതാക്കൾ. പട്ടിണി, ദാരിദ്ര്യം, രോഗമൊക്കെ ആ നാളുകളിൽ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ പട്ടിണിയുടെയും രോഗത്തിൻ്റെയും ഒക്കെ മധ്യത്തിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം ജപമാലയെ സ്നേഹിച്ചിരുന്ന ഒരമ്മച്ചി ഞങ്ങൾക്കുണ്ടായിരുന്നു. ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ ഞങ്ങളുടെ അമ്മയുടെ കയ്യിൽ എന്നും ഒരു ജപമാല ഞങ്ങൾ കാണുമായിരുന്നു. ഒരു ദിവസം പോലും ജപമാല പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലില്ല. നെൽപ്പാടത്ത് നിന്നും അധ്വാനിച്ചും മടുത്തും ഒരുപക്ഷെ രാത്രി ഏറെയായി വീട്ടിലെത്തുമ്പോഴും മക്കളായി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി ജപമാല പ്രാർത്ഥിച്ചിട്ടേ കിടന്നുറങ്ങാൻ അനുവദിക്കുമായിരുന്നുള്ളൂ. ഒരു അവധി ദിവസം കിട്ടിയാൽ നിർബന്ധമായിട്ട് എല്ലാവരും പള്ളിയിൽ പോകണം, സൊഡാലിറ്റിയുടെ മീറ്റിങ്ങിലും ഒക്കെ പങ്കെടുക്കണം. ഇങ്ങനെ അമ്മ ഞങ്ങളെ മാതാവിലേക്ക് വളർത്തുകയായിരുന്നു. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് മറ്റൊരനുഭവം എൻ്റെ സ്വന്തം അമ്മയായിട്ടുണ്ട്. ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയ മകനാണ്. അതുകൊണ്ട് എന്നും അമ്മച്ചിയുടെ കൂടെ കിടന്നുറങ്ങാനുള്ള ഭാഗ്യം ഇളയ മകനായി എനിക്കുണ്ടായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, ഒരു വീട്ടിൽ ഏറ്റവും അവസാനം ഉറങ്ങാൻ പോകുന്നത് ആ കുടുംബത്തിൻ്റെ അമ്മയാണ്. ഒരു വീട്ടിൽ ഏറ്റവും അവസാനം ആദ്യം ഉണരുന്നതും അമ്മയാണ്. എൻ്റെ വീട്ടിൽ മക്കളെല്ലാം ഉറക്കി പശുക്കൂട്, ആട്ടുംകൂട്, കോഴിക്കൂടൊക്കെ അടച്ച്, അന്ന് ഓട്ടുവിളക്ക്, മണ്ണെണ്ണ വിളക്കാണ് കയ്യിലുള്ളത്, എല്ലായിടത്തും ചെന്ന് എല്ലാം അടഞ്ഞോ എന്ന് നോക്കിയിട്ട് എൻ്റെ അടുക്കൽ ഉറങ്ങാൻ വന്നിരുന്ന അമ്മയെ ഞാൻ ഓർക്കുന്നുണ്ട്. അമ്മ എൻ്റെ അടുത്ത് വന്നു എന്നെനിക്കറിയാം. പക്ഷേ അമ്മ കിടന്നിട്ടില്ല. ഞാനൊരു ഹാഫ് സ്ലീപ്പിലാണ്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇറ്റിട്ടെൻ്റെ ശരീരത്തേക്ക് വീണത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. രാത്രിയിൽ കുടുംബത്തിനു വേണ്ടി കരങ്ങൾ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി
കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ അമ്മ, ആ അമ്മയുടെ കണ്ണുനീർ തുള്ളികളിലൂടെ ഞാനും പരിശുദ്ധ അമ്മയിലേക്ക് അടുക്കുകയായിരുന്നു. എൻ്റെ നല്ലയമ്മ. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ഒരു വഴിവിളക്കായിരുന്നു മരണം വഴി കടന്നുപോയ നമ്മൾക്കേവർക്കും പ്രിയങ്കരനായ ജോർജ് കുറ്റിക്കിലച്ചൻ. ആകാശപ്പറവകളുടെ മധ്യസ്ഥനെന്നും ആകാശപ്പറവകളുടെ സംരക്ഷകനെന്നും കേരളത്തിലും ഇന്ത്യയിലും ലോകമെങ്ങും അറിയപ്പെട്ട ജോർജ് കുറ്റിക്കിലച്ചൻ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ ഒരു ഇടവക ധ്യാനത്തിനായിട്ട് എൻ്റെ ഇടവക പള്ളിയിലെത്തിയത്. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ജോർജ് കുറ്റിക്കിലച്ചൻ എന്നെക്കുറിച്ച് ഇതേ ശാലോം ടെലിവിഷനിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അദ്ദേഹം ഒരു ആത്മീയ പിതാവായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ആഴ്ചകളും മാസങ്ങളും അദ്ദേഹത്തിൻ്റെ ആശ്രമങ്ങളിൽ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. പല്ലനെയാറിൻ്റെ തീരത്ത് തപസ് ചെയ്യാനായിട്ട് ചെറിയ കുടില് കെട്ടി കുറ്റിക്കിലച്ചൻ താമസിച്ചിരുന്ന കാലത്ത് ഞാനൊരു സെമിനാരി വിദ്യാർത്ഥിയാണ്. അന്ന് അച്ഛനോടൊപ്പം ആ പല്ലനെയാറിൻ്റെ തീരത്ത് പോയി ഏതാനും ദിവസങ്ങൾ താമസിക്കുകയുണ്ടായി. വചനത്തിൻ്റെ വഴികളിലേക്കും പരിശുദ്ധ അമ്മയുടെ ആന്തരിക ആധ്യാത്മികയിലേക്കും എനിക്ക് വെളിച്ചം തന്ന എൻ്റെ ആത്മീയ ഗുരുവായിരുന്നു ജോർജ് കുറ്റിക്കിലച്ചൻ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഒരു കൊച്ചച്ഛനായി ശുശ്രൂഷ ചെയ്യുന്ന സമയത്താണ് ജോർജ് കുറ്റിക്കിലച്ചൻ്റെ നേതൃത്വത്തിൽ ആകാശപ്പറവുകൾക്ക് വേണ്ടി ഒരു ധ്യാനം ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തൻ കോമ്പൗണ്ടിൽ ഞങ്ങൾ നടത്തുകയുണ്ടായി. 3 മാസത്തെ ഒരുക്കമായിരുന്നു അതിനുണ്ടായിരുന്നത്. 5 ദിവസം നീണ്ടു നിന്ന ധ്യാനത്തിൽ ഏകദേശം 300 ഭിക്ഷാടകരായ സഹോദരങ്ങൾ പങ്കെടുത്തു. ജോർജ് കുറ്റിക്കിലച്ചൻ്റെ ഭാഷയിൽ വൈറ്റ് ഏഞ്ചൽസ്, ശരീരം വിറ്റ് തെരുവുകളിൽ കഴിയുന്ന സ്ത്രീകളായിട്ടുള്ള മക്കളെ അച്ഛൻ വിളിച്ചിരുന്നത് വെള്ള മാലാഖമാരെന്നാണ്. അങ്ങനെയുള്ള കുറേ പേരെ കിട്ടി. ഒരു 17 കുഞ്ഞുങ്ങളെയും ഞങ്ങൾക്ക് ആ ധ്യാനത്തിൽ ലഭിക്കുകയുണ്ടായി. 90 പേരോളം അച്ഛൻ്റെ കൂടെ ചെന്നായിപ്പാറയിലേക്ക് പുനരധിവാസത്തിന് വേണ്ടി അച്ഛൻ കൊണ്ടുപോയി. 17 കൊച്ചു കുഞ്ഞുങ്ങളെ എനിക്ക് തന്നു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആരംഭ വർഷങ്ങളാണ്. ഞാൻ ആ 17 കുഞ്ഞുങ്ങളെയും കൂട്ടി ചങ്ങനാശ്ശേരിക്കടുത്ത് ഫാത്തിമാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് അഭയാഭവൻ എന്ന് പറയുന്ന ഒരു ഭവനം ആരംഭിച്ചു. 17 കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കണ്ടേ? പണമില്ല. ചങ്ങനാശ്ശേരി മാർക്കറ്റിലെ കടകളിലൂടെ ഞാൻ മിക്ക ദിവസങ്ങളിലും പാത്രവുമായിട്ട് നടക്കുമായിരുന്നു. എല്ലാവരും എന്നെ ഒത്തിരി സഹായിച്ചു. ഉദാര മനസ്കരായ പലരും കൈ നിറയെ തന്നു. പക്ഷേ പെട്ടെന്നൊരാഴ്ച ആരോടും ചോദിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. സാമ്പത്തികമായി ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയ ഒരു ദിവസം. തലേ ദിവസം ഉറങ്ങാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. കാരണം പിറ്റേ ദിവസം എന്ത് ചെയ്യും? ഈ 17 കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ഞാനങ്ങനെ വിഷമിച്ച് രാത്രി ചെലവഴിച്ച് രാവിലെ കുർബാനയെ ചൊല്ലി മുറിയിൽ വന്നിരിക്കുകയാണ്. ആരെ വിളിക്കണം, ആരോടാണ് ചോദിക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ ആ മുറിയിൽ ഇരിക്കുമ്പോഴാണ് ഒരു 45 വയസ്സ് 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സഹോദരി അവിടേക്ക് കയറി വന്നു. എന്നോട് ചോദിച്ചു, സോണിയച്ചൻ ഏതാ? ഞാൻ പറഞ്ഞു, അയ്യോ അത് ഞാൻ തന്നെയാണ്. അച്ഛാ, ആകാശപ്പറകളിൽ ഒരു ഭവനം ഇവിടെ ആരംഭിച്ചെന്ന് കേട്ടല്ലോ. ഞാൻ പറഞ്ഞു, ആരംഭിച്ച് നമുക്ക് 17 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കയ്യിലൊരു കവർ തന്നിട്ട് പറഞ്ഞു, അച്ഛൻ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഇതെൻ്റെ ഒരു സംഭാവനയാണ്. കയ്യിൽ കിട്ടിയ കാശുമായി ഞാൻ ഓടിയത് വികാരിച്ചിൻ്റെ അടുക്കിലേക്കാണ്. ഞാൻ വികാരിച്ചിനോട് പറഞ്ഞു, അച്ഛാ ഇന്നാണൊക്കെ ഒരു അമ്മച്ചി ഒരു വലിയ കവർ കൊണ്ട് തന്നു, അതിൽ 25,000 രൂപയുണ്ടായിരുന്നു. പെട്ടെന്ന് വികാരിച്ചും പറഞ്ഞു, അച്ഛനൊന്ന് താഴേക്ക് ചെന്ന് നോക്കിക്കേ, നമ്മുടെ ഇടവക്കാരിയാണോ അതോ ആരെങ്കിലും അറിഞ്ഞു കേട്ട് വന്നതാണോ? ഞാൻ വികാരിയച്ഛൻ്റെ അടുത്തുനിന്ന് അടുത്ത ഓട്ടം താഴെ എത്തി. പള്ളിയും പരിസരവും ചങ്ങനാശ്ശേരി പള്ളിയെ ചുറ്റും ഞാൻ ഓടി നടന്നു ഈ വന്ന സഹോദരിയെ ഒന്നോടൊന്ന് കാണാൻ.
അന്നെന്നല്ല പിന്നെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു, തീർച്ചയായിട്ടും അത് പരിശുദ്ധ അമ്മയായിരുന്നു. അനാഥ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ. എവിടെയൊക്കെ അനാഥത്വം ഉണ്ടോ അവിടേക്കൊക്കെ പരിശുദ്ധ അമ്മ വരും. എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ പരിശുദ്ധ അമ്മയുള്ള ബന്ധത്തിൽ അമ്മ നമ്മളെ സംരക്ഷിക്കും, അപകടങ്ങൾ കാത്തു പരിപാലിക്കും എന്നുള്ള വലിയൊരു ബോധ്യം എനിക്ക് ലഭിച്ച മറ്റൊരു അനുഭവമായിരുന്നു കുറ്റിക്കച്ചനോടൊപ്പം ജീവിച്ച ആ സന്ദർഭത്തിൽ ഈ സംഭവത്തിലൂടെ എനിക്ക് ലഭിച്ചത്. എൻ്റെ നല്ലയമ്മ. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു വിശുദ്ധ നാടുകൾ സന്ദർശിക്കണം. ലൂർദ്, ഫാത്തിമ, റോമൊക്കെ സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊരിക്കലും നടക്കില്ല എന്നറിയായിരുന്നു. ഞാൻ യൂറോപ്പിൽ പോയി പഠിച്ചിട്ടില്ല. ആരാ നമ്മളെ സഹായിക്കാനായിട്ടുള്ളത്? പക്ഷേ എനിക്ക് 16 പ്രാവശ്യം വിശുദ്ധ നാട് സന്ദർശിക്കാൻ എൻ്റെ അമ്മ വഴിയൊരുക്കി. ഓരോ പ്രാവശ്യം പോകുമ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച സ്ഥലങ്ങളാണ്. മാതാവിൻ്റെ ഉറക്കത്തിൻ്റെ പള്ളി, മംഗളവാർത്ത ലഭിച്ച മാതാവിൻ്റെ വീട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മംഗളവാർത്ത പള്ളി, മാതാവ് എന്നും വെള്ളം കോരാൻ ചെന്നിരുന്ന മാതാവിൻ്റെ കിണർ, യൗസപിതാവ് മാതാവ് ഉണ്ണീശോയും കൂടെ ഒന്നിച്ച് താമസിച്ച തിരുക്കുടുംബ പള്ളി, വിശുദ്ധ ഔസപിതാവിൻ്റെ പണിപ്പുര, കാനായിൽ ആദ്യമായിട്ട് അത്ഭുതം ഈശോ പ്രവർത്തിച്ചപ്പോൾ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച കാനായിലെ പള്ളി, ഇങ്ങനെ പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ 16 പ്രാവശ്യം പോയി. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഈ നാളുകളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും കഴിഞ്ഞു. എൻ്റെ ഒരു വലിയ മഹാഭാഗ്യമായി ഞാനിതിനെ കരുതുകയാണ്, കാണുകയാണ്. എന്നോടൊപ്പം വന്നവർക്കെല്ലാം ഒരു വലിയ മരിയൻ എക്സ്പീരിയൻസിലൂടെ കടന്നുപോയൊരു അനുഭവം അവർ ഷെയർ ചെയ്യുകയുണ്ടായി. ലൂർദ്, ഫാത്തിമ, റോം. ലൂർദിൽ പോകണമെന്നുള്ളത് വലിയ മറ്റൊരു സ്വപ്നമായിരുന്നു. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ഈ ഇടവകയിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ ഒരു സംരംഭമായിരുന്നു അത്. ലൂർദ് മാതാവിൻ്റെ നാമത്തിലാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ദേവാലയം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇടവകയിൽ നിന്ന് കുറച്ച് പേരുമായി ആദ്യമായിട്ട് ഞാൻ റോമിലെത്തി. റോമിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിലുള്ള വലിയ കത്തീഡ്രലാണ്. അവിടെ ഈ പണിയാൻ പോകുന്ന പള്ളിയുടെ ഫോട്ടോ ആരും അറിയാതെ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് താഴെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. യൂറോപ്പിൽ പോയപ്പോൾ അമ്മയുടെ നാമത്തിലുള്ള എല്ലാ പള്ളികളിലും ഞങ്ങൾ പണിയാൻ പോകുന്ന പള്ളിയുടെ ഫോട്ടോയും പ്രാർത്ഥനയും വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ലൂർദ് പള്ളിയുടെ, ഫ്രാൻസിലെ ലൂർദ് പള്ളിയിലെ മുക്കിലും മൂലയിലും ഒക്കെ പോയി ഞങ്ങൾ ഫോട്ടോ എടുത്തു. കേരളത്തിലെ ഒരു ലൂർദായി ഈ മാമൂടിലെ ലൂർദ് പള്ളി മാറണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഫ്രാൻസിലെ ലൂർദ് പള്ളിയുടെ മോഡലിലാണ് ഇവിടെ ഞങ്ങൾ ഈ ലൂർദ് ദേവാലയം പണിതുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും കരുതലും ഏറ്റവും കൂടുതൽ അനുഭവിച്ച യാത്രകളായിരുന്നു വിശുദ്ധ നാട്ടിലൂടെയുള്ള യാത്രകളും. ഈ റോം, ഇറ്റലി, ഫ്രാൻസ്, ലൂർദ്, ഫാത്തിമ പോലെയുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള യാത്രകളും. ഇതെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് വ്യക്തിപരമായിട്ട് എന്നോടുള്ള ഒരു ബന്ധവും സ്നേഹവും ആണ് എന്ന് ഞാൻ എപ്പോഴും തിരിച്ചറിയുന്നുണ്ട്. അമ്മയോട് എനിക്ക് എപ്പോഴും അതിൽ കടപ്പാടും ഉണ്ട്. എൻ്റെ നല്ലയമ്മ. ഇനി അല്പം വ്യക്തിപരവും സ്വകാര്യവുമായ പരിശുദ്ധ അമ്മയോടുള്ള ബന്ധമാണ്. ഞാനൊരു രോഗിയാണ്.
ഒരുപാട് രോഗങ്ങൾ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ആദ്യ വർഷം മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു വലിയ രോഗത്തിന് ഞാൻ അടിമപ്പെട്ടു. ഇന്നത്തതുപോലെയുള്ള ചികിത്സ ആ കാലത്ത് ഇതിനില്ലായിരുന്നു. ഞങ്ങളുടെ അതിരൂപതയുടെ ഹോസ്പിറ്റലിൽ 14 ദിവസങ്ങൾ അബോധാവസ്ഥയിൽ ഞാൻ ചെലവഴിച്ചു. മരണത്തിൻ്റെ പടിവാതിൽ വരെ ഞാൻ എത്തി. ഞാൻ മരിച്ചു എന്ന് പോലും പലരും കരുതി. 14 ദിവസങ്ങൾക്ക് ശേഷം പതുക്കെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ 2 പെങ്ങന്മാർ അവരെൻ്റെ തലക്കിലിരുന്നുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്വരമാണ് ഞാൻ ആദ്യം കേട്ടത്. അമ്മ എന്നെ കൈവിട്ടിട്ടില്ല. എൻ്റെ രോഗാവസ്ഥയിൽ അമ്മ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ കണ്ണു തുറന്നപ്പോൾ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എൻ്റെ അടുത്തിരുന്ന 2 സഹോദരിമാരും പാവിട്ട് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോനെ, ഈ ജപമാല പരിശുദ്ധ അമ്മയാണ് നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു തന്നത്. ഏതെങ്കിലുമൊക്കെ മാറാ രോഗങ്ങൾ, മഹാരോഗങ്ങൾ പൗരോഹിത്യ ജീവിതത്തിനിടയിൽ എല്ലാ വർഷവും എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ അതൊക്കെ അമ്മയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ അമ്മ തരുന്ന സന്ദർഭങ്ങളായിട്ടാണ് പലപ്പോഴും രോഗം സൗഖ്യപ്പെട്ടതിന് ശേഷം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ആരും കേട്ടിട്ടില്ലാത്തൊരസുഖം എൻ്റെ ആന്തരികമായ അവയവങ്ങൾക്ക് ഒക്കെ വേരിക്കോസ് വെയിൻ. ഞങ്ങളുടെ രൂപതാ ഹോസ്പിറ്റലിൽ നിന്ന് അവർ വേറെ അങ്ങോട്ടും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ലേക്ക് ഷോറിൽ ചെന്ന് ഒരാഴ്ച കടന്നു. അവസാനം ഞാൻ അഭയം പ്രാപിച്ചത് PVSലാണ്. നീണ്ട 40 ദിവസങ്ങൾ ഞാനവിടെ ചെലവഴിച്ചു. 5 ഓപ്പറേഷൻസ് അടുത്തടുത്ത് നടത്തുകയുണ്ടായി. 1 വർഷം നീണ്ടു നിന്ന ബ്ലീഡിങ് എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒത്തിരിയേറെ തളർത്തിയിരുന്നു. പള്ളിപണിക്കിടയിലും തിരക്കിനിടയിലും ഒറ്റമൂലി കഴിച്ച് ആന്തരിക അവയവങ്ങൾ മുഴുവൻ ദ്രവിച്ച അവസ്ഥയിലായി. ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോഴും സുഖപ്പെടുമെന്ന് കരുതും. പക്ഷേ 2 ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ ബ്ലീഡിങ് ആരംഭിക്കുകയായി. സത്യം പറഞ്ഞാൽ ഡോക്ടർമാരും ഏറെ മടുത്തു. അന്നും എൻ്റെ പെങ്ങന്മാരെൻ്റെ കൂടെയുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും വിഷമിക്കുന്ന സമയം. അന്ന് PVSൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ സോളമൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഏറ്റവും അവസാനത്തെ ഒരു കാര്യം ഞാൻ ചെയ്തു നോക്കുകയാണ്. 4 ഓപ്പറേഷൻസ് അച്ഛന് കഴിഞ്ഞു. ഇനിയൊരു ഓപ്പറേഷൻ ചെയ്യാൻ മാത്രമുള്ള ഒരു ശാരീരിക ബലം അച്ഛനില്ല. എങ്കിലും ഞങ്ങൾ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് 5ാമത്തെ ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ബോധം വീഴുമ്പോൾ ഞാൻ കേൾക്കുന്നത് എൻ്റെ അടുക്കലിരുന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ ചേച്ചിയുടെ പ്രാർത്ഥനയുടെ സ്വരമാണ്. ജീവിതം എപ്പോഴും അങ്ങനെയാണ്. രോഗങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടലുകളായി കാണുന്നവർക്ക് മാത്രമേ അതൊരു സഹനമായിട്ട് കാണാൻ പറ്റുകയുള്ളൂ. കൈവിടാത്ത പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൂടെ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ്, ഉറപ്പും ഇങ്ങനെയുള്ള നൊമ്പരങ്ങളിലും സങ്കടങ്ങളിലുമാണ് നമുക്ക് ലഭിക്കുന്നത്. അമ്മ നമ്മുടെ കൂടെയുണ്ട്, ഒരിക്കലും അവസാനിക്കാത്ത കൈവിടാത്ത സാന്നിധ്യമായി. എൻ്റെ നല്ലയമ്മ. പ്രിയപ്പെട്ടവരെ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 25 വർഷങ്ങൾ പൂർത്തിയാകുന്ന ജൂബിലി വർഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. 25 വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 10 പള്ളികളിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു, വികാരിയായിട്ടും അസിസ്റ്റൻ്റായിട്ടും. 6 പള്ളികൾ റെനോവേറ്റ് ചെയ്തു. മാതാവിൻ്റെ നാമത്തിൽ ഒരു പള്ളി പണിതു. 2ാമത്തെ
പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. ദേവാലയ നിർമ്മാണം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പലരും ഇട്ടേച്ച് പോയിടത്താണ് പരിശുദ്ധ അമ്മ പള്ളി പണിയാൻ എന്നെ ഏൽപ്പിച്ചത്. പള്ളി പണിയുന്നത് എപ്പോഴും അമ്മയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എത്ര പ്രതിസന്ധികളുടെ നടുവിലും അമ്മ ഈ ദേവാലയ നിർമ്മാണത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എനിക്ക് താങ്ങും തണലുമായി തീർന്നിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ പള്ളികളിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളത്, ഞാൻ തന്നെ ഒരു മരിയൻ ധ്യാനം ആ ഇടവകയിൽ നടത്തും. അതിനുശേഷം മാതാവിൻ്റെ രൂപവും വഹിച്ചുകൊണ്ടുള്ള മരിയൻ ജ്യോതി പ്രയാണം, ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാതാവിനെ വഹിച്ചുകൊണ്ടുള്ള മനോഹരമായ യാത്ര. ആ യാത്ര ദേവാലയ നിർമ്മാണത്തിന് എന്നും വലിയ ശക്തിയായി തീർന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് മാമൂട് ലൂർദ് പള്ളിയിലാണ്. അവിടെ ഫ്രാൻസിലെ ലൂർദിൻ്റെ മോഡലിൽ ഒരു ദേവാലയം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമായിട്ടാണ് അമ്മ അതിലൊക്കെ ഇടപെട്ട് ഞങ്ങളുടെ പള്ളിപണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ദേവാലയ നിർമ്മാണത്തിൻ്റെ പ്രതിസന്ധികൾക്കിടയിലും സങ്കടങ്ങൾക്കിടയിലും എപ്പോഴും അമ്മ എനിക്ക് ഒരു ശക്തിയും ആശ്വാസമായി തീർന്നിട്ടുണ്ട്. ഒരിക്കൽ ആലപ്പുഴ പൂന്തോപ്പ് പള്ളിയുടെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭം, ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയ ദിവസങ്ങളായിരുന്നു അത്. അമ്മമാരുടെ ഒരു തീർത്ഥാടനം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണ്. പോകാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ അതിരാവിലെ അമ്മമാരെയും കണ്ട് ഒരു ബസ്സിൽ എറണാകുളം വല്ലാർപാടത്ത് ബസിലിക്കയിലേക്ക് യാത്രയായി. അങ്ങോട്ട് പോയപ്പോൾ ഞാൻ അധികം ഒന്നും ബസ്സിലിരുന്ന് സംസാരിച്ചില്ല. അമ്മമാരെല്ലാം അവിടെ എത്തി പള്ളിക്കകത്തിരുന്ന് ജപമാല ചൊല്ലി അവിടുത്തെ നേർച്ചയായ പള്ളിക്ക് ചുറ്റും ചൂലുകൊണ്ടൊക്കെ തൂത്തു ഞങ്ങൾ തിരികെ പോരാനായിട്ട് തുടങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ തിരികെ പോകാൻ ബസ് കയറി ഏറ്റവും അവസാനം ഞാനാണ് കയറുന്നത്. ഞാൻ നോക്കുമ്പോൾ ഇത്തിരി ദൂരെ നിന്ന് ഒരു പെൺകുട്ടി കയ്യിൽ കുറേ പിക്ചേഴ്സുമായിട്ട് ഓടി എൻ്റെ അടുക്കിലേക്ക് വന്നു. ഞാൻ നോക്കിയപ്പോൾ മാതാവ് ഒരു കുഞ്ഞിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനോഹരമായൊരു വാക്യം അതിൻ്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്. ആ വാക്യം ഇങ്ങനെയായിരുന്നു: വാടല്ലേ കുഞ്ഞെ, അമ്മയുണ്ട്. ആ പെൺകുട്ടികളിലുണ്ടായിരുന്ന ആ പടങ്ങൾ മുഴുവൻ ഞാൻ വാങ്ങിച്ചു. ഞാനത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ ബസിലിക്കയിലെത്തിയപ്പോൾ, ഭാരം നിറഞ്ഞ ഹൃദയവുമായി ഞാൻ അവിടെ എത്തിയപ്പോൾ, ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിൽ അമ്മ എന്നോട് ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നി: വാടല്ലേ കുഞ്ഞെ, അമ്മയുണ്ട്. പിന്നീടുള്ള എൻ്റെ എല്ലാ ദിവസവും ജീവിതത്തിനിടയിൽ എവിടെയൊക്കെ സങ്കടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ, പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ടോ, അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലിരുന്നു കൊണ്ട് അമ്മ പറയുന്നു: വാടല്ലേ കുഞ്ഞെ, അമ്മയുണ്ട്. അതാണ് നമ്മുടെ അമ്മ. എല്ലാ സങ്കടങ്ങളിലും നൊമ്പരങ്ങളിലും ദുഃഖങ്ങളിലും നമ്മെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ പറയും: വാടല്ലേ കുഞ്ഞെ, അമ്മയുണ്ട്.